വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ധീരദേശാഭിമാനികളുടെ രക്തശോണിമയും രാഷ്ട്രപിതാവിന്റെ അഹിംസാ മന്ത്രത്തിന്റെ വെണ്മയും കാർഷിക സമൃദ്ധിയുടെ ഹരിതാഭയും ശോഭിക്കുന്ന നമ്മുടെ ദേശീയ പതാക നാടെങ്ങും പാറിക്കളിക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സൽചിന്തകളും സൽപ്രേരണകളും ഏവർക്കും നേരുന്നു. രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യവും ജീവിത സാഹചര്യങ്ങളും നമ്മൾക്കായി നേടിത്തന്ന രാജ്യത്തിന്റെ ധീരദേശാഭിമാനികളിൽ സ്മരണയിൽ ശിരസ് നമിക്കുന്നു. അഹിംസയും സത്യാഗ്രഹ സമരവും ആയുധമാക്കിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയെ ഹൃദയം കൊണ്ട് വണങ്ങുന്നു. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ ധീര രക്തസാക്ഷികളെ പ്രതി അഭിമാനിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ വിദേശാധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി. ത്രിവർണ പതാക നാടെങ്ങും പാറി. ദേശീയ ഗാനവും വന്ദേ മാതരവും ജനങ്ങൾ ഏറ്റുപാടി. സ്വതന്ത്ര ഭാരതം സ്വതന്ത്ര റിപ്പബ്ലിക് ആകുന്നതിന് മുന്നോടിയായി സ്വന്തമായൊരു ഭരണഘടനയുണ്ടായി. ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം നൽകിയ ഭരണഘടനാ നിർമ്മാണ സമിതി നമുക്ക് സമ്മാനിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും നാനാത്വത്തിൽ ഏകത്വവും ഉറപ്പാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. കാലം കാത്തുവച്ച നീതിയായി ജവഹർലാൽ നെഹ്റുജി സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ മഹാത്മജി ആഭ്യന്തര കലാപം ശമിപ്പിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഒടുവിൽ പ്രാർത്ഥനാ യോഗത്തിൽ ഘാതകന്റെ വെടിയേറ്റ് മരിക്കുമ്പോഴും ഭാരതമ്മയെയും ഈശ്വരനെയും ഭജിച്ചിരുന്നു. നെഹ്റുജിയുടെ ദീർഘവീക്ഷണത്തിൽ സാർവത്രിക വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ പഞ്ചവത്സര പദ്ധതികളിലൂടെ സ്വതന്ത്ര ഭാരതം ഏറെ വളർന്നു. മഹാത്മജിയുടെ ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം പൂവണിക്ക് അക്ഷരം പ്രയോഗിച്ചു. ഭരണഘടനയിലൂടെ ജനാധിപത്യം എന്ന ഭരണ സംവിധാനം നിലവിൽ വന്നു. നിയമനിർമ്മാണം, നിയമനിർവഹണം, നീതിന്യായം, മാധ്യമം എന്നീ 4 തൂണുകളിൽ ഉയർന്നു നിൽക്കുന്നതാണ് ജനാധിപത്യം എന്ന വ്യവസ്ഥിതി. പ്രിയരെ, ഈ ദിനത്തിൽ വ്യവസ്ഥിതിയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. സ്വസ്ഥവും സ്വച്ഛവുമായ ഒരു ജീവിതാവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്ന് അന്യമായിരിക്കുന്നു. കൂടുവിട്ടും നാടുവിട്ടും ദേശാടന പക്ഷികളാകുന്നു നമ്മുടെ ഇന്നത്തെ യുവതലമുറയും വിദ്യാർത്ഥി സമൂഹവും. വിദേശാധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ധീരദേശാഭിമാനികൾ രക്തം ചിന്തി നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ ഫലം അന്യമാവുകയാണോ? അത് എന്നാണ് ഉത്തരമെങ്കിൽ നാം ഉണരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ കണ്ടത്. വോട്ട് ചോർച്ചയെ പറ്റി. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന, നമ്മളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ അവസരത്തെ നഷ്ടപ്പെടുത്തുന്ന വലിയ ചതി. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് തോന്നുന്നത്, ഈ കാലത്താണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റം ഉണ്ടായിരുന്നത്. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും അവരെ പിന്തുടർന്നവരുടെ മാതാപിതാക്കളും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു. ഈ നാട് വിട്ടു പോകുമ്പോൾ അവർ ഗുജറാത്തിലേക്കോ UP-യിലേക്കോ മധ്യപ്രദേശിലേക്കോ അല്ല പോകുന്നത് എന്നതാണ് കൗതുകം. ഗ്ലോബിലുള്ള ഒരുവിധം എല്ലാ രാജ്യങ്ങളിലേക്കും ജോലിയും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും തേടി നമ്മൾ യാത്രയാക്കുകയാണ്. അപ്പോൾ വികസനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഒക്കെ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ലേ? ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മളാണ്. നമ്മളെന്ന വിദ്യാർത്ഥി സമൂഹമാണ്. വോട്ടർമാർ എന്ന നിലയിലേക്ക് നാം ഇന്ന് ഉയരുന്നു. അതോടൊപ്പം ഇന്ത്യക്കാരെന്ന മഹത്വത്തിലേക്ക് നാം ഉയരണം. ലെനിന്റെ വാക്കുകളിൽ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. പൊതുകാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ഇന്നത്തെ തലമുറയാണ് ഇതുപോലുള്ള ഭരണകൂടങ്ങളെ വളർത്തിയെടുക്കുന്നത്. സുസ്ഥിര വികസനം, ജനാധിപത്യം എന്നീ സ്വപ്നങ്ങളിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്താൻ നമുക്കും പഠിച്ചുയരാം. ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്.